പാലക്കാടൻ പോളിംഗ് വളരെ മന്ദഗതിയിലാണെന്നാണ് വാർത്ത പറഞ്ഞറിഞ്ഞത്. ഇതുവരെ വോട്ട് ചെയ്യാത്ത ഓരോ വോട്ടറും സ്വയം ഓരോ വയാഗ്ര ഗുളികയായി മാറും. പോളിംഗ് ബൂത്തിൽ ചെന്ന് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഉണർവും ഉയർച്ചയും നൽകാനായി അവർ സമ്മതിദാന കർമ്മം ചെയ്യും. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പോങ്ങൻ ഇപ്പോഴും കഴിയുന്നത്. നമ്മുടെ പാർട്ടിക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമല്ല, നമ്മുടെ ഭാവി എങ്ങനെയാവണമെന്ന തിരഞ്ഞെടുപ്പാണ് സമ്മതിദാന കർമ്മത്തിലൂടെ നടത്തപ്പെടുന്നതെന്ന് കരുതുന്നവർ ഒരിക്കലും വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന ഒരു പറച്ചിൽ പണ്ടൊക്കെ നാട്ടിൻപുറത്തുണ്ടായിരുന്നു. സഖാക്കൾ ഒരിക്കലും അവരുടെ വോട്ട് പാഴാക്കില്ല എന്നതാണ് ആ പറച്ചിലിന്റെ അടിസ്ഥാനമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പോകൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ സ്വന്തം വോട്ട് പാഴാക്കില്ലെന്ന് മാത്രമല്ല, മരിച്ചു പോയവരുടെ വോട്ട് പോലും പാഴാകരുതെന്ന വാശിയുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഒരാൾ മരിക്കുന്നതോടുകൂടി വോട്ട് ചെയ്യാനുള്ള അയാളുടെ കഴിവും നഷ്ടപ്പെടും, അല്ലേ? സ്വാഭാവികമായും മരിച്ച ആളുകളുടെ വോട്ട് കൂടി ജീവനോടെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അങ്ങോട്ട് ചെയ്തു കളയും. വർഗശത്രുക്കൾ അതിനെ കള്ളവോട്ടെന്ന് വിളിക്കുമെന്ന് കരുതി അവരത് ചെയ്യാതിരുന്നിട്ടില്ല, ഇനിയൊട്ട് ചെയ്യാതിരിക്കുകയുമില്ല. കാരണം തീർത്തും മാനവ സ്നേഹികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് മരിച്ചവരെന്നോ ജീവിച്ചിരിക്കുന്നവരെന്നോ ഉള്ള വേർതിരിവുകൾ ഒന്നും തന്നെയില്ല. ഒരു തരം വേർതിരിവും അവർ മനുഷ്യരുടെ കാര്യത്തിൽ വെച്ചു പുലർത്തുന്നില്ല. മരിച്ചവർക്കും മരിക്കാനിരിക്കുന്നവർക്കുമൊക്കെ ഒരേ വോട്ട് മൂല്യമാണ് അവർ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടുകൾ ഒരിക്കലും പെട്ടിയിൽ വീഴാതെ പോവില്ല. പെട്ടിയിലായവന്റെ വോട്ട് പോലും പെട്ടിയിലാക്കുന്നവരാണ് കമ്മികൾ. അങ്ങനെ വരുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകൾക്ക് വളരെ അനുകൂലമായിട്ട് മാറും. അതാണ് പണ്ടുകാലത്തെ ആ പറച്ചിലിന് കാരണമാകുന്ന സംഗതി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് അണികൾ സ്വന്തം ഭാവിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാടിന്റെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടോ ഒന്നുമല്ല വോട്ട് ചെയ്യുന്നത്. പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, അതുവഴി തങ്ങളുടെ നേതാക്കളെയെല്ലാം മുതലാളിമാരാക്കുക, ശേഷം നേതാക്കളുടെ എച്ചിലുതീറ്റ തൊഴിലാളികളായി കാലം കഴിക്കുക. തൊഴിലാളി വർഗ സർവാധിപത്യമാണല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ അവർ തീരെ വിശ്വസിക്കുന്നില്ല. സ്വന്തം വർഗത്തിൽപ്പെട്ടവരുടെ ആധിപത്യമാണ് അവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. സുഡാപ്പികളും അതേ സ്വഭാവക്കാരാണല്ലോ, അല്ലേ? അവരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ജിഹാദി വർഗ മതാധിപത്യമാണ് സുഡുക്കളുടെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളുടെയും സുഡാപ്പികളുടെയും പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ തകർക്കുക എന്നതാണ്. ജനാധിപത്യം തകർന്നാൽ പിന്നെ അവർ തമ്മിൽ പോരടിച്ചോളും സ്വാഭാവികമായും. തൊഴിലാളി വർഗ സർവാധിപത്യത്തിനായി കമ്മികളും ജിഹാദി വർഗ മതാധിപത്യത്തിനായി സുഡുക്കളും പരസ്പരം കൊങ്ങയ്ക്ക് പിടിക്കും, കൊന്നുതള്ളും. ഏതിനായാലും ആദ്യം ജനാധിപത്യത്തെ തകർക്കണം. അതിനാദ്യം ജനാധിപത്യത്തെ കീഴടക്കിയിട്ട് വേണം തകർക്കാൻ. ജനാധിപത്യത്തെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വോട്ടുകൾ നിരന്തരം ഇങ്ങനെ അർപ്പിത ബുദ്ധിയോടുകൂടി യന്ത്രത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അസൽ ജനാധിപത്യ ചിന്തയും മതേതര ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ ഒരിക്കലും ജനാധിപത്യത്തെ കീഴടക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ ഉന്നമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ വളരെ സ്വസ്ഥ ബുദ്ധിയോടുകൂടി അവധി ആസ്വദിച്ചുകൊണ്ട് അവർ പോളിംഗ് ദിവസം വീട്ടിലെങ്കിരുന്ന് കളയും. അവരുടെ വിചാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ജനാധിപത്യം വളരെ സൗജന്യമായി നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. ജനാധിപത്യം ഇനി കാലാകാലം ഈ നിലയിൽ അങ്ങ് പ്രവർത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. ജനാധിപത്യത്തെ വളരെ ഭംഗിയായി ചൂഷണം ചെയ്തുകൊണ്ട്, ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ ജനാധിപത്യത്തെ കീഴടക്കിക്കൊണ്ട്, ജനാധിപത്യ സമ്പ്രദായത്തെ വളരെ ബുദ്ധിപൂർവം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ജനാധിപത്യത്തെ കീഴടക്കി, ജനാധിപത്യത്തെ തകർത്തിട്ട് ഒന്നുകിൽ തൊഴിലാളി വർഗ സർവാധിപത്യം, അതല്ലെങ്കിൽ ജിഹാദി വർഗ മതാധിപത്യം, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവരൊക്കെ അലസരായി അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. യഥാർത്ഥത്തിൽ അത്തരം അലസരാണ് ജനാധിപത്യത്തിന് കൂടുതൽ പരിക്കു പകരുന്നത്. കമ്മികളും സുഡുക്കളും ജനാധിപത്യത്തോട് അന്യായം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ശത്രുബുദ്ധിയോടുകൂടി ജനാധിപത്യത്തെ അവർ സമീപിക്കുന്നത് കണ്ട് നമുക്ക് അതിശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതും വെക്കാം. എന്നാൽ ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതെ അലസ ബുദ്ധിയോടുകൂടി അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നതാണ് വലിയ പാതകം. തന്നെ കൊല്ലാൻ പിടിച്ചവരോടെല്ലാം നീയും എന്ന് അങ്ങനെ ഞെട്ടലോടുകൂടി നമ്മുടെ സീസർ ചോദിച്ചിട്ടില്ല, അല്ലേ? എന്നാൽ ബ്രൂട്ടസിനോട് സീസർ അത് ചോദിച്ചു. ബ്രൂട്ടസേ, നീയും അങ്ങനെ ചോദിച്ചു. കാരണം സീസറിനെ സംബന്ധിച്ചിടത്തോളം ബ്രൂട്ടസ് എന്ന് പറയുന്നത് വിശ്വസ്തനായിട്ടുള്ള സ്നേഹിതനായിരുന്നു. എന്നാൽ ബ്രൂട്ടസ് എന്ന സ്നേഹിതനിൽ നിന്ന് സീസറിന് ലഭിച്ചത് ചതിയാണ്. സീസർ ബ്രൂട്ടസിനെ സ്നേഹിതനായിട്ട് കണ്ടു എന്ന് കരുതിക്കൊണ്ട് തിരിച്ച് ബ്രൂട്ടസ് അങ്ങനെ തന്നെ കാണണം എന്ന് വാശി പിടിക്കരുത്. അത് സീസറിന് പറ്റിയ അബദ്ധമാണ്. അതെന്തോ ആവട്ടെ, നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് സ്നേഹിതന്റെ ചതിയോളം വേദന പകരാൻ ശത്രുവിന്റെ മാരകായുധത്തിന് പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. വിശ്വസിക്കുന്ന സ്നേഹിതന്റെ ചതിയോളം വേദന പകരാൻ ശത്രുവിന്റെ കൈവശം ഇരിക്കുന്ന മാരകായുധത്തിന് പോലും കഴിയില്ല. സത്യത്തിൽ വോട്ട് ചെയ്യാൻ മടിക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് ജനാധിപത്യം ചോദിക്കുന്നതും അതാവും. യു ടു
ആ ചോദ്യം കേൾക്കുന്നതിന് മുന്നേ നേരെ പോളിംഗ് ബൂത്തിലേക്ക്, ഇനിയും വോട്ട് ചെയ്യാത്ത പാലക്കാട്ടെ വോട്ടർമാർ നേരെ പോളിംഗ് ബൂത്തിലേക്ക് പായണം എന്നാണ് പോങ്ങൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്. നമ്മുടെ സരിന്ദീപ് എന്ന വാരിയർ കുണ്ടൻ പെരുന്നയിൽ ചെന്ന് നായന്മാരുടെ പോപ്പിന് മുന്നിൽ കുത്തിയിരുന്നു. പാണക്കാടൻ മതമുതലാളിക്ക് മുൻപിൽ കുനിഞ്ഞു നിന്നും, അതുപോലെ സമസ്ത ജാതി മത വ്യവസായികളുടെയും പാദം നക്കിയും ആസനം ചുമന്നുമൊക്കെ തന്റെ ഒറ്റ തൊഴിൽ വളരെ വൃത്തിയായി, വളരെ ആത്മാർത്ഥമായി എടുക്കുന്നുണ്ട്. അത് കണ്ടെങ്കിലും പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് സമ്മതിദാന കർമ്മം നിർവഹിക്കണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന തീർച്ചയായിട്ടും പോകാനുണ്ട്. നിയമോ എന്ന് ഓരോരുത്തരോടും വേദനയോടുകൂടി ചോദിക്കേണ്ട ഗതികേട് നമ്മുടെ ജനാധിപത്യത്തിന് വരുത്താൻ നിങ്ങൾ ഒരിക്കലും കാരണമാവരുത്. പഴകരുത് സമയവും സമ്മതിദാനവും.